നമുക്ക് അബിയുടെയും ജാനകിയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്ദ്രജയുടെ മുന്നിൽ നകുലിന് എന്ത് ഉത്തരം പറയണമെന്ന് അറിയത്തില്ല നിൽക്കുവാണ്. കാരണം ഇന്ദ്രജ പറഞ്ഞ കാര്യങ്ങളൊക്കെ 100% ശരിയാണ്. ഏട്ടത്തിയമ്മയാണ് ഇന്ദ്രജ. ഇന്ദ്രജ നകുലിനോട് ചോദിച്ചു, അല്ല നീ എന്ത് കണ്ടിട്ടാ അവളെ ഇപ്പോഴും മനസ്സിൽ കൊണ്ടു കിടക്കുന്നേ? ആ ജാനകിയെ നിനക്ക് അതിനുള്ള എന്തിതാ ഉള്ളത്? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിന് മാത്രം എന്താ അവളെ നീ കാണുന്നേ? അവൾ കല്യാണം കഴിഞ്ഞു, ഒരു കുട്ടിയുടെ അമ്മയാണ്. ഇപ്പൊ അവൾ അങ്ങനെ ജീവിക്കുക. അപ്പൊ പിന്നെ നിനക്ക് ഇനി എന്തിനാണ് അവളെ കെട്ടിയിരുന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ നകുലൻ പറഞ്ഞു, അത് ഏടത്തിയമ്മയ്ക്ക് അറിയാലോ ഞാൻ എത്രമാത്രം അവളെ സ്നേഹിച്ചിരുന്നെന്ന്. അവൾ എൻ്റെയാണ്. വേറൊരാൾ അവളെ കൊണ്ടുപോകാനായിട്ട് എനിക്ക് വിട്ടുകൊടുക്കാനായിട്ട് എനിക്ക് ഒരുക്കമല്ല എന്ന് പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ഇന്ദ്രജി പറഞ്ഞു, അതെ അവളുടെ മനസ്സിൽ നിന്നോട് ഇഷ്ടം വേണ്ട. ഈ ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരാളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാൻ പറ്റുന്ന കാര്യമല്ല. അല്ലെങ്കിൽ വില കൊടുത്ത് വാങ്ങിച്ചു തരാൻ പറ്റുന്ന ഒന്നായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ നിനക്കത് വാങ്ങിച്ചു തന്നേരം. നീ അതെന്താ നകുല മനസ്സിലാക്കാത്തതെന്ന് ചോദിക്കുക. നകുലൻ പറഞ്ഞു, ഏട്ടത്തിയമ്മയ്ക്ക് അത് ഈസി ആയിട്ട് പറയാം. പക്ഷെ എൻ്റെ മനസ്സിൽ ഈ 7 വർഷമായിട്ട് ഞാൻ കൊണ്ടുവരുന്ന അവളെ അറിയാലോ. അവളെ കണ്ട നാൾ മുതൽ എൻ്റെ മനസ്സിലേക്ക് അവൾ കുടിയേറിയതാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ ആ ഒരു രൂപം എൻ്റെ മനസ്സിൽ അങ്ങനെ ഉടയാതെ നിൽക്കുക. എനിക്ക് അവളെ കിട്ടിയേ തീരുള്ളൂ ഏട്ടത്തിയമ്മേ. ദേ അബിയുടെ ജീവിതത്തിലേക്ക് അവൾ എങ്ങനെയാണോ കടന്നു തന്നെ അതുപോലെ തന്നെ ആയിരിക്കണം എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത്. അവൻ്റെ ജീവിതത്തിൽ നിന്ന് അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വരണം എന്ന് പറയാം. എൻ്റെ ജീവിതത്തിൽ നിന്ന് അവൾ പോയില്ലേ അവൻ്റെ ജീവിതത്തിലേക്ക്, അതുപോലെ തന്നെ തിരികെ എൻ്റെ ജീവിതത്തിലേക്ക് വരണം. ഏട്ടത്തിയമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണമെന്ന് പറയാം. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഇന്ദ്രജ പറഞ്ഞു, എടാ ഞാൻ ഒന്നുകൂടെ എന്ന് ചോദിച്ചോട്ടെ, ഈ 3 വർഷക്കാലം നീ മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് നിനക്കറിയാലോ ഞാൻ എത്രമാത്രം വേദനിച്ചെന്ന്. നിന്റെ ഏറ്റവും വലിയ പ്രശ്നം അവളല്ലായിരുന്നോ? എന്നിട്ട് നിന്നെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഞാൻ പെട്ട പാട് എനിക്കും അറിയുള്ളൂ. ഇനി അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നീ പോകണമെന്നകല. നീ ഒന്ന് ചിന്തിക്കുക, പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് നോക്ക്. ഇത് കേട്ടപ്പോൾ നഗരം പറഞ്ഞു, അതൊന്നും എനിക്ക് അറിയണ്ട. എനിക്ക് അവളെ കിട്ടിയേ മതി. അവളെ എടുത്തിയമ്മേ അവളൊരു കുഞ്ഞിൻ്റെ അമ്മയാണോ അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. അവളെ കല്യാണം കഴിഞ്ഞാണോ അതും എനിക്ക് അറിയേണ്ട കാര്യമില്ല. എനിക്ക് അവളെ വേണം. എൻ്റെ പെണ്ണാണ്, ഈ നകുലൻ്റെ പെണ്ണാണ് ജാനകി എന്ന് പറയണം. അവസാനം ഇന്ദ്രജ പറഞ്ഞു, നോക്കട്ടെ എന്നെ കൊണ്ട് പറ്റുന്നത് എന്താ വെച്ചാൽ ഞാൻ ചെയ്തു തരാം. അവൾ ഇവിടെ എവിടെയുണ്ടെങ്കിലും ഞാൻ അവളെ കണ്ടെത്തി തരാമെന്ന് പറയാം. പിന്നെ ഒരു കാര്യം, ഇതേ നരേട്ടന് ഇത് അറിയരുത്. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തടയുമെന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പം ഇന്ദ്രജ പറഞ്ഞു, ആ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോകണം. നകുലിൻ്റെ ഒരു സമാധാനമായി. ഏട്ടത്തിയമ്മ തന്നോടൊപ്പം നിൽക്കും, തനിക്ക് അവളെ കൊണ്ട് തരും എന്നൊരു ചിന്തയുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് താൻ ഇത്രയും കാലം കാത്തിരുന്നത്. നകുലിനെ എങ്ങനെയെങ്കിലും ജാനകിയെ സ്വന്തമാക്കിയാൽ മതി എന്നൊരു ചിന്ത മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് പൊന്നു നേരെ രാധാമണിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. രാധാമണിയുടെ അടുത്ത് ചെന്നിട്ട് അമ്മമ്മ എന്തെടുക്കാന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയം രാധാമണി ഒന്ന് ചിരിക്കുക മാത്രമേ ചെയ്തേ. പൊന്നു പിന്നീട് അടുത്ത് ചെന്നിരുന്നിട്ട് അമ്മമ്മയെന്നൊക്കെ പറഞ്ഞ് കയ്യിലൊക്കെ പിടിക്കുന്ന സമയത്ത് രാധാമണി പൊന്നുവിനെ ചേർത്ത് പിടിച്ച് ഉമ്മയൊക്കെ വെക്കണം. കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെക്കുന്നുണ്ട്. തലമുടിയിലൊക്കെ തടവിയൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ടാണ് ജാനകി അങ്ങോട്ടേക്ക് വരുന്നത്. ജാനകി വന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ കാഴ്ച കാണുവാണ്. പെട്ടെന്ന് അബിയെ കൂട്ടിക്കൊണ്ട് വന്നു. നോക്കി അബിയേട്ടാ കണ്ടില്ലേ, ഇപ്പം അമ്മയെ കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഓർമ്മശക്തി ഇല്ലാത്ത ഒരാളാന്ന് പറയോ? അമ്മ നല്ല ഓർമ്മയുള്ളവളെ തന്നെയല്ലേ പെരുമാറുന്നേ. കണ്ടില്ലേ എന്തൊരു കുഴപ്പമുണ്ടോ എന്ന് നോക്കാൻ പറയണം. അബി പറഞ്ഞു, അത് തന്നെയാ എനിക്ക് തോന്നുന്നു. അമ്മയുടെ ഉള്ളിൽ നല്ല ബോധം കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മയൊന്നും പുറമേ പറയുന്നില്ലെന്നേ ഉള്ളൂ. ജാനകി പറഞ്ഞു, ഇത് തന്നെ മേരിക്കുട്ടിയമ്മയും പറയണേ. അമ്മ സംസാരിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അമ്മയുടെ മൗനം കൈവിടുന്ന അമ്മ കോടതിയിൽ വെച്ചായിരിക്കുന്ന മേരിക്കുട്ടിയമ്മ പറഞ്ഞേ. ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കും അബിയേട്ടാ. ഒരു പക്ഷെ സത്യങ്ങളൊക്കെ കോടതി തുറന്ന് പറയുമെന്ന് ചോദിക്കുക. നീ സമാധാനമായിട്ടിരിക്കുക, അങ്ങനെ ഒരു ദിവസം വരുമെന്ന് അവനെ പ്രതീക്ഷിക്കാമെന്ന് പറയണം. പിന്നീട് ജാനകി പൊന്നുവെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഇന്ന് പൊന്നൂസ് അതെ അച്ഛൻ്റെ കൂടെ വീട്ടിലേക്ക് പോകണമെന്ന് പറയാം. അപ്പം അമ്മ വരുന്നില്ലേ നിൽക്കും. ഞാൻ എങ്ങനെ വന്നാൽ ശരിയാന്നേ? അമ്മമ്മയ്ക്ക് വേരല്ലോ. അമ്മമ്മയുടെ കണ്ടില്ലേ, അമ്മമ്മയ്ക്കാണ് ആരെ തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല. അപ്പം ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ അമ്മമ്മയിലൂടെ ഇറങ്ങിപ്പോയല്ലോ. ഇത് കേട്ടപ്പോൾ പൊന്നൂസ് പറഞ്ഞു, ശരി എന്നാൽ ഞാൻ അമ്മമ്മയുടെ യാത്ര പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. വീണ്ടും പൊന്നൂസ് അങ്ങോട്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെക്കുന്നുണ്ട്. പൊന്നൂസ് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനായിപ്പോയി രാധാമണിക്ക്. രാധാമണിയുടെ മുഖത്ത് ആ ടെൻഷൻ കാണാനുണ്ടായിരുന്നു. അത് കണ്ടപ്പം ഒരു കാര്യം ജാനകിക്ക് ഉറപ്പായി, അമ്മയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ എത്ര ടെൻഷൻ. പൊന്നൂസ് പോകുക എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം പിന്നീട് പൊന്നൂസ് യാത്ര പറയാനായിട്ട് ജാനകിയുടെ അടുത്തെത്തുമ്പോൾ ജാനകി പറഞ്ഞു, അതെ ഒരു കാര്യം പറയട്ടെ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് അങ്ങോട്ട് വിളിക്കുകയാണ്. ചെന്ന് കഴിയുമ്പം ഒരു കാരണവശാലും ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊന്നും അവിടെ പറയില്ലെന്ന് പറയണേ. എന്ത് കാര്യങ്ങൾ? അല്ല നീ എന്നോടൊരു ചോദ്യം ചോദിച്ചില്ലായിരുന്നോ? ദേ തമ്പി എൻ്റെ അച്ഛനാന്നുള്ള കാര്യം നീ തമ്പി അപ്പൂപ്പൻ എന്നൊക്കെ വിളിക്കില്ലേ, അയാൾ എൻ്റെ അച്ഛനാണോ ഇല്ലെന്നൊക്കെ ചോദിച്ചില്ലേ? അതേ ചോദ്യം ഉത്തരങ്ങളൊന്നും നീ അവിടെ ചെന്ന് വിളമ്പേണ്ടതില്ല. അറിയാലോ, അളകാപുരി ചെന്ന് അങ്ങനെയൊന്നും ആരോടും പറഞ്ഞേക്കരുത്, പ്രത്യേകിച്ച് നിന്റെ അപർണ ചെറിയമ്മയുടെ അടുത്തെന്ന് പറയണം. ഇത് കേട്ടോ പൊന്നു പറഞ്ഞു, ഇല്ലമ്മേ ഞാൻ അങ്ങനെയൊന്നും പറയാൻ പോകുന്നില്ലെന്ന് പറയാം. പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് ഈ അമ്മ ഉണ്ടാവത്തില്ലെന്ന് പറയാം. പൊന്നു ആവപ്പടം ഞെട്ടിപ്പോയി. പൊന്നു പറഞ്ഞു, ഇല്ല ഞാൻ പറയില്ല അമ്മ, ഞാൻ ആരോടും പറയില്ല. അല്ലെങ്കിലും ഞാൻ അപർണ ചെറിയമ്മയോട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയില്ല.
എന്നോട് ചോദിക്കും നീ എവിടെയായിരുന്നു പൊന്നു, ആരോടൊപ്പമായിരുന്നൊക്കെ ചോദിക്കും. ഞാനൊന്നും പറയില്ല എന്ന് പറയണം. അത് കേട്ടപ്പോൾ അഭി പറഞ്ഞു അവളൊന്നും പറയാനായിട്ട് പോകുന്നില്ല. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ജാനകി പറഞ്ഞു അപർണയാണ് ആള്, അവളിങ്ങനെ എന്തേലും തരികിടപ്പണി കാണിച്ച് പൊന്നുവിനെ കൈക്കലാക്കുമെന്ന് എനിക്കറിയാം അഭിയേട്ടാ, അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറയാം. സാരമില്ല, ഞാൻ പൊന്നൂസിനോടൊപ്പം എപ്പോഴും കണ്ടോളാം എന്നൊക്കെ പറഞ്ഞ് അഭി വാക്ക് കൊടുക്കുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് അഭിയോട് ജാനകി പറഞ്ഞു ഒരു കാരണവശാലും അപർണ ഈ കാര്യങ്ങൾ ഇപ്പോൾ അറിയാൻ പാടില്ലെന്ന് പറയാം, അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട, നീ അമ്മയുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് പൊന്നൂസും അഭിയും കൂടെ അങ്ങനെ വീട്ടിലേക്ക് പോവാണ്. അവർ പോയി കഴിഞ്ഞപ്പോൾ തന്നെ ജാനകിക്ക് വല്ലാത്തൊരു ടെൻഷനായി. ഇത്രയും ദിവസം പൊന്നൂസും അഭി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അവരും കൂടെ പോയി കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു മുഖം തോന്നും. പക്ഷെ രാധാമണിക്ക് പൊന്നൂസിനെ കാണാതിരുന്നപ്പോൾ ഭയങ്കര വെപ്രാളമായിപ്പോയി. പൊന്നൂസിനെ അന്വേഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ആ സമയം മേരിക്കുട്ടിയും പറഞ്ഞു അതെ അവൾക്ക് സ്കൂളിൽ പോകണം, അതുകൊണ്ടാണ് അവളും അഭിയും കൂടെ അങ്ങോട്ട് പോയത്. പിന്നെ നീ ഇവിടെ ഒന്നും മിണ്ടുന്നല്ലോ രാധാമണി, അവളോട് ഒരു വാക്കെങ്കിലും നീ സംസാരിച്ചോ, പിന്നെ എങ്ങനെ അവളുടെ അടുത്ത് നിന്റെ അടുത്ത് അവൾക്ക് ഇരിക്കാൻ കഴിയുമെന്ന് ചോദിക്കുക. പിന്നെ ആ കൊച്ചായതുകൊണ്ട് മാത്രം നിന്റെ അടുത്ത് വന്നിരുന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, വേറെ ഏത് പിള്ളേരും ആണെങ്കിലും ഓടിപ്പോയാനും നീ മിണ്ടത്തുമില്ല പറയത്തുമില്ല എന്നൊക്കെ പറഞ്ഞ് മേരിക്കുട്ടിയമ്മ ഇങ്ങനെ കുറ്റപ്പെടുത്തുവാണ്. കുറ്റപ്പെടുത്തുന്നത് വേറൊന്നും കൊണ്ടല്ല, ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നുമല്ല. അങ്ങനെയെങ്കിലും രാധാമണിയെ ചിലപ്പോൾ ഒരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ മാറ്റം ഉണ്ടാകട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നീട് മേരിക്കുട്ടിയമ്മ ഇങ്ങോട്ട് പോവാണ്. ആ സമയം നിരഞ്ജന കേസിന് വേണ്ട തെളിവുകളും കാര്യങ്ങളും എല്ലാം ശേഖരിക്കുന്നുണ്ട്. പറ്റാവുന്നത്ര തെളിവുകളും കാര്യങ്ങളൊക്കെ ശേഖരിക്കുക. അപ്പം സാക്ഷികളെ ആരെയെങ്കിലും കിട്ടുവാണെങ്കിൽ അതുകൊണ്ട് നല്ല കാര്യമില്ലേ. അപ്പോൾ ഒന്ന് മാഷിനെ പോയി കണ്ടായിരുന്നു. അങ്ങനെ മാഷിൻ്റെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ ശേഖരിച്ചു. മാഷ് വന്നിട്ട് കോടതി കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞു. പിന്നീട് അന്നത്തെ കാലത്ത് രാധാമണി വരസിൽ ജോലി ചെയ്തുകൊണ്ട് സമയത്ത് ഒരു പുള്ളിക്കാരനുണ്ടായിരുന്നു. അപ്പോൾ മാഷാണ് അയാളെക്കുറിച്ച് പറഞ്ഞത്. അങ്ങനെ അയാളെ കാണാനായിട്ട് നിരഞ്ജന ചെല്ലുവാണ്. നിരഞ്ജന എന്നിട്ട് രാധാമണിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയണം. അപ്പം തമ്പിക്കെതിരെയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അയാൾ പറഞ്ഞു ഞാൻ ഉറപ്പായിട്ടും വരാം, തമ്പിക്കെതിരെ ഞാൻ എന്തായാലും കോടതി വന്ന് സാക്ഷിയൊക്കെ പറഞ്ഞോളാം. അത് ഓർത്തിട്ട് നിരഞ്ജന മാഡം പേടിക്കണ്ട. പിന്നെ ഒരു കാര്യം, അയാൾക്ക് കിട്ടാവുന്നതിന് മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. എന്തിനും ഏതിനും ഞാൻ ഒപ്പം ഉണ്ടായിരിക്കും എന്ന് പറയാം. നിരഞ്ജന പറഞ്ഞു ഇനി വാക്ക് മാറുമെന്നില്ലല്ലോ അല്ലേ, ഉറപ്പായിട്ടും എന്നെ വിശ്വസിക്കാം. എനിക്ക് അയാൾക്ക് മാക്സിമം ശിക്ഷ മേടിച്ചു കൊടുക്കണം എന്ന് എൻ്റെ ആഗ്രഹം. മാധവേട്ടനെ എനിക്ക് അറിയാവുന്ന ആളായിരുന്നു, എന്നാലും ഇത്രയ്ക്കൊരിത് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് നിരഞ്ജന കുറച്ച് വിവരങ്ങൾ കളക്ട് ചെയ്യുക. ആ സമയത്ത് അപർണയും തമ്മിയും ചേർന്ന് പ്ലാനുകളൊക്കെ നടത്തി. കാരണം ആരെയൊക്കെയാണോ നിരഞ്ജന പോയി കാണുന്നതെന്ന് അവരൊരു ഇത് നടത്തുവാണ്, ഒരു അന്വേഷണം തന്നെ നടത്തുവാണ്. അപ്പം നിരഞ്ജന പോയി കണ്ട ആൾക്കാരെയൊക്കെ കയ്യിലെടുത്തിട്ട് അങ്ങനെ കോടതി മൊഴി മാറ്റി പറയിക്കണം, എങ്കിൽ മാത്രമല്ല കേസൊക്കെ തള്ളിപ്പോളൂ. അതിനുള്ള നീക്കങ്ങളൊക്കെ നടത്തുവാണ്. അതോടൊപ്പം തന്നെ അന്ന് രാധാമണി ഉണ്ടായിരുന്ന സമയത്ത് അന്ന് വർക്ക് ജോലി ചെയ്തിരുന്ന ഒപ്പം ജോലി ചെയ്തിരുന്ന ആൾക്കാരെയൊക്കെ പോയി കാണുവാണ്. അങ്ങനെ രേവതി അമ്മയെ കാണാനായിട്ടായിരുന്നു. കാണാൻ ചെന്നിട്ട് അതെ ഇനി അവരുണ്ടല്ലോ ആ നിരഞ്ജനയോ അല്ലെങ്കിൽ ജാനകിയോ അഭി ആരെങ്കിലും വന്ന് കോടതി വന്ന് മൊഴി കൊടുക്കാൻ പറഞ്ഞ് ഒരു കാരണവശാലും കൊടുക്കരുതെന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോൾ രേവതി അമ്മ പറഞ്ഞു ഇല്ല എന്ന് പറയണം. രേവതി അമ്മയ്ക്ക് വലിയൊരു തുക ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. രേവതി അമ്മയ്ക്ക് സന്തോഷമായി. എന്നാൽ തൻ്റെ മോന് തമ്പിയുടെ ഓഫീസിലല്ലേ ജോലി ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് താൻ പറയത്തില്ല എന്നൊക്കെ രേവതി അമ്മ പറയണം. അല്ലെങ്കിലും പറയില്ല എന്ന് അവർ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ തന്നെ കാണാൻ നിരഞ്ജന വന്ന കാര്യം അവർ വന്ന കാര്യങ്ങളൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ ആ സമയത്തെല്ലാം തമ്പിയുടെ നെഞ്ചിനകത്തൊരു വിങ്ങല, എപ്പോഴും ഏത് നിമിഷം വെള്ളം പിടിക്കപ്പെടാം. താൻ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അപർണയ്ക്ക് അതറിയത്തില്ല. ഈ രാധാമണി വരസ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തനിക്കൊരു പണിയായിരിക്കും കിട്ടാൻ പോകുന്നത്. അവർ ജീവനോടെ ഉണ്ടാവരുത്. എങ്ങനെ അവരെ തീർക്കണം, അവരെ ഭൂമിയിൽ നിന്ന് തന്നെ പറഞ്ഞു വിടണം. അങ്ങനെയാണെങ്കിൽ കേസ് അതോടുകൂടി തീരും. അങ്ങനെ ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കുകയാണ് മനസ്സിൽ. കൊല്ലാൻ തന്നെ തീരുമാനിക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.